ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൗത്ത് സിനിമകളാണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. നമ്മളെ നോർത്ത് ബോളിവുഡ് സൈഡെല്ലാം പിന്നിലോട്ടാവുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ സൗത്ത് സിനിമകൾ നല്ല മുന്നിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് പിന്നിലോട്ട് ആകുന്നുണ്ട് എന്ന് പലർക്കും തോന്നാറുണ്ട്. നമ്മൾ സൗത്ത് ഇപ്പോൾ ഡോമിനേറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു കാര്യം, അതിൻ്റെ കാര്യം, റിയാലിറ്റി എന്താണ് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇതൊരു ഫാൻ ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ രീതിയിലോ ഒന്നുമല്ല. ഇതിപ്പോൾ അങ്ങനെയാണ് റിയാലിറ്റിയിൽ നടക്കുന്നത്. അപ്പോൾ അത് കാരണം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാം. പിന്നെ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ല പുറകോട്ടാണ് ബോളിവുഡ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അധികം ഹിറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏത് പടമായിരുന്നു വന്നത്? നമ്മളെ ദുരന്തർ മാത്രം ഇത്തിരി ഒന്ന് ക്ലിക്കായി കുറേ നാൾക്ക് ശേഷം. അല്ലാതെ ഏത് പടമാണ് നല്ല രീതിയിൽ ഹിറ്റായത്? നല്ലൊരു സ്റ്റോറി ഒന്നുമില്ല. അത് കാരണം ഇപ്പം മികച്ചു നിൽക്കുന്നതും ഡോമിനേറ്റ് ചെയ്യുന്നതും സൗത്ത് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ, സിനിമകൾ. അപ്പം അത് വെച്ച് അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ റീസൺ, കാര്യങ്ങൾ, ഇപ്പോഴത്തെ റിയാലിറ്റി എന്താണ് എന്ന് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഓരോ പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ അറിയാൻ പറ്റൂ, ഡീറ്റെയിൽ എന്താണ്, എന്തുകൊണ്ടാണ് മാറിയത്, എന്താണ് റിയാലിറ്റി എന്നെല്ലാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പോയിന്റിലോട്ട് പോവാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടും മാസ് മിക്സൊക്കെ ഉള്ള കഥകളും, അല്ലെങ്കിൽ ഫൈറ്റ് ആവട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, അങ്ങനത്തെ പർപ്പസിനുള്ള പടങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് മൂവീസിലെ സ്റ്റോറികൾ നല്ല സ്ട്രോങ് ആണ് ഇപ്പം ആസ് കമ്പയർ ടു ബോളിവുഡിൽ എന്ന് പറഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ സ്റ്റോറി നല്ലത് കിട്ടുന്നില്ല. ഇപ്പം തന്നെ ലാസ്റ്റ് ഇറങ്ങിയ പടമാണ് ഭൂത് ബംഗ്ലാ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ അക്ഷയ് കുമാറിൻ്റെ. അത് പ്രിയദർശനാണ് ചെയ്തത്. അത് കാരണം കുറച്ചുകൂടെ ഹിറ്റ് ആവുന്നുണ്ട്. 147 കോടി കളക്ട് ചെയ്തു പ്രിയദർശനും. ഇതിൻ്റെ ഹൈപ്പും കാര്യങ്ങളും. എന്നാലും അധികം അഭിപ്രായമൊന്നുമില്ല, മോശമെന്നാണ് എല്ലാവരും പറയുന്നത്. അതൊന്നുമില്ല. ആകെ ഇറങ്ങിയ ദുരന്തർ മാത്രമുണ്ട് ഹിറ്റ് എന്ന് പറയാൻ, നല്ല ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ ദുരന്തർ മാത്രമേ ഉള്ളൂ ഇപ്പം ഇറങ്ങിയത്. ഇപ്പം അങ്ങനെ വേറെ പടങ്ങളും അധികം ഇല്ല. അതാണ് നിങ്ങൾ ആലോചിക്കണം. വേറെ ഏതൊക്കെയോ പടങ്ങൾ വരുന്നുണ്ട് സൈഡിൽ കൂടെ, അത് പൊട്ടിപ്പോകുന്നുണ്ട്. വലുതായിട്ട് അങ്ങനെ ഇല്ല. അത് കാരണമാണ് അത് പറഞ്ഞാൽ സ്റ്റോറിയാണ് നമ്മളെ സ്റ്റാർ പവറിനെയും കാട്ടി സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ. മനസ്സിലായി? സ്റ്റോറി നല്ല മികച്ച നിൽക്കുക. അപ്പോൾ ആൾക്കാർക്കും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും സൗത്ത്. മനസ്സിലായി? അത് കാരണമാണ് ഈ ബോളിവുഡ് കുറച്ച് താഴോട്ട് പോകുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തത് പാൻ ഇന്ത്യ കൾച്ചർ. ഇപ്പം ഡബ്ഡ് മൂവീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് നിങ്ങൾ ചിന്തിക്കാം. ഇപ്പം ലാംഗ്വേജ് ബാരിയറൊക്കെ നല്ല കുറവാണ് ഇപ്പം. അത് കാരണം എല്ലാ മൂവീസും ഡബ്ഡ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പം കണ്ടന്റ് ഇപ്പം നല്ലതാണെങ്കിൽ എന്തായാലും ലാംഗ്വേജിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇപ്പം. അത് കാരണം സൗത്ത് മുന്നിലോട്ടാണ്. ബിക്കോസ് മലയാളത്തിൽ ചെയ്തിട്ട് ആ പടങ്ങൾ എല്ലാവരും എടുത്തുകൊണ്ട് പോകും. അത് കാരണം എന്ത് ചെയ്താലും മലയാളം തന്നെ എല്ലാ ലാംഗ്വേജിലും മിക്സ് ചെയ്താണ് അവർ ഇറക്കുന്നത്. അത് കാരണം തന്നെ നല്ല രീതിയിൽ ഹിറ്റായി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സൗത്താണ് അവിടെയും ഡോമിനൻസ്. പിന്നെ ഇപ്പം ബഡ്ജറ്റും കണ്ടന്റും നമുക്കൊന്ന് നോക്കാം. ബോളിവുഡാണ് എല്ലാത്തിനും നമുക്കറിയാം. മോളിവുഡിന് അത്ര സംഭവമില്ല. ബിക്കോസ് നമ്മൾ പൈസ അത്രയും കോടികൾ ഒന്നുമില്ല. ഇപ്പോഴൊക്കെയാണ് പടങ്ങൾ 300 കോടിയൊക്കെ ടച്ച് ചെയ്തത്. ലോക അങ്ങനത്തെ പടങ്ങൾ, തുടരും 200 എത്ര കോടികൾ ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ കുറേ പടങ്ങൾ ടച്ച് ആവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ 500, 1000, 2000. ഇപ്പോൾ ബോളിവുഡൊക്കെയാണ് കൂടുതൽ പൈസ ഉള്ളത്. അത് കാരണം ദങ്കൽ 2000, പിന്നെ അങ്ങനത്തെ കുറേ ഇതൊക്കെ ആയി. അത് കാരണം ബോളിവുഡിലാണ് ബഡ്ജറ്റ്, പക്ഷെ സ്റ്റോറി നല്ല. അപ്പം സൗത്ത് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സൗത്തിൽ നല്ല സ്ട്രോങ് സ്ക്രീൻ പ്ലേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും ഒരു നല്ലൊരു ഡിഫറൻസ് ആയിട്ട് അതിലെടുക്കാം. പിന്നെ നമുക്ക് നോക്കേണ്ട പോയിന്റ് ആക്ടിങ്ങും ക്യാരക്ടേഴ്സുമാണ് വേറൊരു പോയിന്റ് തോന്നുന്നത്.
ഇതിൽ നല്ല മാസും ഇമോഷണലും റോ ക്യാരക്ടേഴ്സൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹീറോ റിയലിസ്റ്റിക് ഫീലായിട്ട് തോന്നും നമ്മളെ സൗത്തിൽ. അവിടെ അത് അങ്ങനെ അത്രത്തും അങ്ങോട്ടൊന്നും വരുന്നില്ല. അതാണ് സൗത്ത് അതുകൊണ്ട് മികച്ച് നിൽക്കുന്നത്. സൗത്ത് നല്ല രീതിയിൽ മികച്ച് നിൽക്കും ആ ഒരു കാരണത്താൽ. പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ ബോളിവുഡിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗത്തിൽ വേറെ അങ്ങനെ പ്രോബ്ലംസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. റീമേക്ക് മൂവീസ് ഒന്നും കുറവാണ്. ഇപ്പോൾ ബോളിവുഡ് എന്ന് പറയുമ്പോൾ റീമേക്ക് നല്ല കൂടുതലായിട്ടാണ് അവരെടുക്കുന്നത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. റീമേക്ക് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് സ്റ്റോറീസ് ഇതെല്ലാമാണ് അവരെ പ്രശ്നങ്ങൾ. റീമേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളത്തിലെ ദൃശ്യം അവർ റീമേക്ക് ചെയ്തെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവിടെ കുറച്ച് ഹിറ്റാവും. നമ്മൾ അവരെയൊന്നും ഈ പടങ്ങൾ എടുക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഹിറ്റാവുന്നോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവരിതിരിക്കുക, എന്നിട്ട് അവരത് എടുത്തുകൊണ്ട് പോവുക. അത് കാരണം അതൊരു വീക്ക് പോയിന്റ് തന്നെയാണ്. കാരണം അല്ലാതെ അവർക്ക് പുതിയ ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് നല്ല വീക്കാണ് അവർ, അത് സത്യം പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ നല്ല സെയിം ടൈപ്പ് ഓഫ് സ്റ്റോറീസ് തന്നെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുക. അവർക്കൊരു ഡിഫറൻസ് വരുന്നില്ല. ഒന്നിലും 3 പെണ്ണുങ്ങളിലും ഒരാണും അതിൻ്റെ ലവ് സ്റ്റോറി കാര്യങ്ങൾ ഇങ്ങനെ അല്ലാതെ വേറെ ഒരു കഥയും ഇല്ല. അവർക്ക് പ്രത്യേക ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതാണ് അവരെ മെയിൻ പ്രോബ്ലം. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് നല്ല ഇതാണ്. റിവ്യൂസ് നല്ല രീതിയിൽ വൈറലാക്കും നമ്മളാണ്. പിന്നെ നല്ല ബാഡ് കണ്ടന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ഫ്ലോപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ബാഡ് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന നമ്മളെ മലയാളത്തിലും അങ്ങനെ വരണമെങ്കിൽ അത് എന്തെങ്കിലും ഫ്ലോപ്പ് ആവും. അല്ലാത്തതെല്ലാം ഹിറ്റാവുന്ന തന്നെ ഉണ്ട്. അതിലൂടെ തന്നെ അറിയാനും പറ്റുന്നുണ്ട്. പിന്നെ റിവ്യൂസ് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ റിവ്യൂസ് കുറേ ആൾക്കാർ ഇടുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും വൈറലാവാനുള്ള നല്ലൊരു പൊട്ടൻഷ്യലുണ്ട്. ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ ആവുന്നത് നിങ്ങൾ പറയും. സൗത്താണോ ബെറ്റർ അതോ നോർത്താണോ, നിങ്ങൾ ബോളിവുഡാണോ ബെറ്റർ അതോ മോളിവുഡാണോ ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നി? എൻ്റെ അഭിപ്രായത്തിൽ സൗത്താണ്. കാരണം എല്ലാ മൂവീസും ഇപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റികളാണ് നമ്മളെ സൗത്ത് കൊണ്ടുവരുന്നത്. അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. സൗത്തിലെയും ബോളിവുഡിലെയൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതെന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കും. നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗ് ആയിട്ട് നാളെ കാണാം. അപ്പോഴേ ഗുഡ് ബൈ.